ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കാന്താര ചാപ്റ്റർ 1ന്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതാണ് കാണാൻ പോകുന്നത്. കാന്താര നമുക്കറിയാം സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു, പാൻ ഇന്ത്യ മൂവി ആയിരുന്നു അല്ലേ. എല്ലായിടത്തും വൻ ഹിറ്റായ പടമാണ് കാന്താര. അതിൻ്റെ ഇപ്പോൾ ചാപ്റ്റർ 1 അതിൻ്റെ ട്രെയിലറാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട് അല്ലേ. കാന്താര സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് അല്ലേ, ചാപ്റ്റർ 1 വളരെ പ്രതീക്ഷയാണല്ലേ. അത്രയ്ക്കും പ്രതീക്ഷയുള്ളൊരു മൂവിയാണ്. എന്താ വെച്ചാൽ അത് പാൻ ഇന്ത്യ ലെവലിൽ നല്ലൊരു തൂക്കിയ പടമാണ് ഇപ്പം കാന്താര. അതിലെ മ്യൂസിക് ആയിരുന്നാലും അതിലെ വിഷ്വൽസ് ആയിരുന്നാലും സൗണ്ട് എഫക്റ്റ് ആയിരുന്നാലും, പ്രത്യേകിച്ച് ഋഷഭ് ഷെട്ടി ഒരു രക്ഷയില്ല. അതുപോലെ പുള്ളി തന്നെയാണ് ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും. അതിൻ്റെ ട്രെയിലറാണ്. ഏതായാലും അതിൻ്റെ ട്രെയിലർ നല്ല രീതിയിൽ യൂട്യൂബിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ആദ്യം ട്രെയിലർ കണ്ടിട്ട് വരാം. അതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന വീഡിയോയിലോട്ട് പോകാം. ఓ ഋഷഭ് ഷെട്ടി పిక్చర్ క్వాలిటీగా అన్యాయం. ఓ రావడం కొంచెం ఆలస్యమైంది కదా. వా లోపలికి అస్సలు వెళ్ళకూడదు పిల్లలు. ఎందుకు నవ్వుతున్నావు? వేరే లెవెల్. బ్రహ్మ రాక్షసుడున్నాడు. అట్టి కూడా దొరికిన పనికి మళ్ళీ అడుగురు వెళితే అంత గట్టు కదా. ఇక మనకి దక్కిన దాంట్లో మూడో వాట హద్దు దగ్గర ఎట్టలేదు. సూపర్ కాంతారా వాడు మన సెట్గా అన్యాయ సెట్ అని. ఆంధ్రాకి ఎవరు తీసుకొచ్చారు మిమ్మల్ని? ఓ మమ్మల్ని చూడడానికి మీరు వచ్చారు, మిమ్మల్ని చూడడానికి మేము రాకూడదా? అందుకే దగ్గర అయ్యాను. ఇదంతా మీ వాళ్ళకి తెలిస్తే తర్వాత మీరు మా దగ్గరకు వచ్చి ఉండాలా. యువరాణి గారితో కలిసి తిరగడం చూస్తుంటే ఓ మీ సింహాసనం കിടിലം പോസ്റ്റർ. వంశానికి కట్టిన కలంకాన్ని కాంతార వాళ్ళ రక్తంతో కడిగేస్తా. మంటల్ని బంధించి ఆపేదమ్మడు, మంటల్లో పుట్టింది కాన సంకెరే. కాంతార కన్నెత్తి చూసేవాడు, చీకట్లో ఊరంతా ఓ ഫൈറ്റ് ആക്ഷൻ സീനൊക്കെ ഒരു രക്ഷയില്ല. ഗോളി వీడికి రావటమే కాదు, ఆయన గెలిచింది ఏంటి? ബോഡിയൊക്കെ സെറ്റാക്കി. കാന്താര ചാപ്റ്റർ 1 എന്തായാലും ശരിക്കും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണല്ലേ കാന്താര. പ്രത്യേകിച്ച് വിഷ്വൽ എഫക്റ്റ് ഒരു രക്ഷയില്ല. സൂപ്പർ അല്ലേ. ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് പ്രത്യേകിച്ചും അടിപൊളിയായിരിക്കും തിയേറ്ററിൽ. അതുപോലെ ഗ്രാഫിക്സ് ആയിരുന്നാലും VFX ആയിരുന്നാലും അതിലൊരു പുലിയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും കിടിലം ട്രെയിലർ, ഒരു രക്ഷയില്ല. പിന്നെ ഋഷഭ് ഷെട്ടി അന്യായം അല്ലേ. പിന്നെ അതിൽ കാണിക്കുന്ന ഫൈറ്റ് വിഷ്വൽസ് കാര്യങ്ങളെല്ലാം അല്ലേ നല്ലൊരു ക്രൗഡാണ്. അത്രയ്ക്കും 2-3 വർഷം എടുത്ത് എന്താ പറയുക ചിത്രീകരിച്ച ഒരു മൂവിയാണ്. അതുപോലെ ഒരുപാട് ട്രാജഡികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. 2-3 മരണങ്ങൾ, ഡെത്ത് വരെ സംഭവിച്ചു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന്. എന്തോ ഒരു
എന്തോ ഒരു വലിയ ഡാം പോലെ എന്തോ ചിത്രീകരിക്കുന്ന അവിടെ ഇടയ്ക്കൊരു ഇൻസിഡന്റ്, വാട്ടർഫാൾസ് അത് പൊട്ടിയ അത്ര എന്താ പറയുക, അത്ര ഒരു ഇത്രയും ലിറ്റർ കണക്കിന് വെള്ളം അത് പൊട്ടി മാറുമ്പോൾ അത്രയും ഫോഴ്സിന് അവരുടെ എക്യുപ്മെന്റ്സ് സാധനങ്ങൾ എല്ലായിടത്തോണ്ട് പോയി. അതിലും ഒരുപാട് പേർക്ക് അപകടം. അങ്ങനെ നിരവധി ട്രാജഡികൾ ഷൂട്ടിനിടയിൽ ചിത്രത്തിന് സംഭവിക്കുകയുണ്ടായി. പക്ഷെ അതിൽ നിന്ന് എല്ലാം തരണം ചെയ്ത് കാന്താര വീണ്ടും അതായത് ഉയർത്തെഴുന്നേപ്പിൻ്റെതാണ് ആ ഒരു ചാട്ടം ഉണ്ടല്ലോ, ഒരു മാസ്റ്റർ പീസ്. അതുപോലെ ഫസ്റ്റ് ഇതില് പ്രകാശ് രാജായിരുന്നു വില്ലനായിട്ട് വരുന്നത്. ഇതില് പിന്നെ ആരാണെന്ന് അറിഞ്ഞില്ല, അതെനിക്ക് കാണണം, നോക്കണം എന്തായാലും. അല്ലേ, പാൻ ഇന്ത്യ ലെവലിൽ നല്ലൊരു തൂക്കാൻ ചാൻസ് ഉള്ള ഒരു മൂവിയാണ് കാന്താര ചാപ്റ്റർ 1. പ്രത്യേകിച്ച് ഇതിൽ കാസ്റ്റിംഗ് പ്രധാനമായിട്ട് ഋഷഭ് ഷെട്ടി, ഡയറക്ഷൻ, കഥ അല്ലെ, സ്റ്റോറി വൈസ് ഹീറോയിനായിട്ട് രുക്മിണിയാണ് വരുന്നത്. പക്ഷെ ആ സീൻസ് കാര്യങ്ങളെല്ലാം അടിപൊളി, നല്ല കൂൾ, തിയേറ്ററിൽ വേറെ ലെവലായിരിക്കും. നല്ല ഗ്രാഫിക്സ് ആയിരുന്നാലും എന്താ പറയുക, ഒരു ക്വാളിറ്റി ഉണ്ട്, എടുത്തിരിക്കുന്ന ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ ജയറാം കൊടുത്തിട്ടുണ്ട്, മലയാളി ആക്ടർ ജയറാം തന്നെയാണ് അതോ കാസ്റ്റിംഗ് വന്നിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്ന അജനീഷ് ലോക്നാഥ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തായാലും അത് നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ. ചാപ്റ്റർ 1 തന്നെ അറിയാം, നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ ചെയ്ത് അടിപൊളിയായിട്ട് അവർ ഇറക്കും. എന്തായാലും നമ്മൾ വെയിറ്റിങ്ങിലാണ് കാന്താര ചാപ്റ്റർ 1 വേണ്ടി. അപ്പം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.